ബി.ജെ.പി ആദ്യം മുതൽ തന്നെ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യം തന്നെയാണ് 400 സീറ്റ് എന്നത്. ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ ബി.ജെ.പി 400 സീറ്റ് നേടും എന്ന നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. പിന്നാലെ തന്നെ ബി.ജെ.പിയിലെ ഓരോ യുവ നേതാക്കളും ഉന്നതരും ഉൾപ്പെടെയുള്ളവർ 400 സീറ്റ് എന്ന തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു. പല മറ്റു രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷവുമെല്ലാം 400 സീറ്റ് പോയിട്ട് 200 സീറ്റ് പോലും കിട്ടില്ല, 100 സീറ്റ് പോലും കിട്ടില്ല എന്നൊക്കെ പരിഹസിക്കുമ്പോഴും തങ്ങളുടെ ലക്ഷ്യത്തിൽ തങ്ങൾ എത്തും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബി.ജെ.പി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പശ്ചിമ ബംഗാളിൽ പാർട്ടി 30 സീറ്റ് നേടും. ബീഹാറിൽ 2019 സ്ഥിതി ആവർത്തിക്കും. ഒഡീഷയിൽ 16 അതിൽ കൂടുതലോ സീറ്റുകൾ നേടും. തെലങ്കാനയിൽ 10 മുതൽ 12 വരെ എംപിമാർ ബി.ജെ.പിക്കുണ്ടാകും. ആന്ധ്രാപ്രദേശിൽ 18 സീറ്റ് വരെ നേടുമെന്നും തമിഴ്നാട്ടിലും അക്കൗണ്ട് തുറക്കുമെന്നും അമിത് ഷാ അവകാശപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. ഇത്തവണ എൻ.ഡി.എക്ക് 400 സീറ്റ് എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചു. ഭരണഘടന മാറ്റാനാണ് ബി.ജെ.പി 400 സീറ്റിൽ കൂടുതൽ ആവശ്യപ്പെടുന്നത് എന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ അമിത് ഷാ തള്ളി. 2014 മുതൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം എൻ.ഡി.എക്കുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കലും അത് ചെയ്തില്ല. 10 വർഷത്തിനിടെ സംവരണത്തിൽ ഞങ്ങൾ തൊട്ടിട്ട് പോലുമില്ല. രാമക്ഷേത്രം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഒരിക്കലും തെരഞ്ഞെടുപ്പ് വിഷയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏക സിവിൽ കോഡ് വലിയ പരിഷ്കരണമാണ്. ഉത്തരാഖണ്ഡ് അത് നടപ്പിലാക്കി. മുസ്ലിം പ്രതിനിധികൾ അടക്കം അതിനെ എതിർത്തു. രാജ്യത്തുടനീളം അത് നടപ്പാക്കണമെന്നാണ് താൻ കരുതുന്നത്. ഒരിക്കലും നടപ്പാക്കാൻ പോകാത്ത വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റേത്. അതുകൊണ്ടാണ് അതിനെ തങ്ങൾ ചൈനീസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അവർക്ക് എന്തും പറയാം, എന്നാൽ അത് അവർ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി കാണിക്കേണ്ടിയിരുന്നു എന്നും അമിത് ഷാ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് എന്തും പറയാം, മറ്റുള്ളവർ പറയാൻ ആവശ്യപ്പെടുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഹവായ് ചെരുപ്പിനും ബ്രാൻഡഡ് ഷൂസിനും ഒരേ നികുതി ഏർപ്പെടുത്തണമെന്നാണോ അദ്ദേഹം പറയുന്നതെന്നും GST സംബന്ധിച്ച വിമർശനത്തോട് അമിത് ഷാ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ബോണ്ടിലെ നിലപാടിൽ പുനർപരിശോധന നടത്തേണ്ടത് സുപ്രീം കോടതിയാണ്. ബദൽ ഏർപ്പെടുത്താതെ ഏത് നയവും ഇല്ലാതാക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.